ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴൊക്കെ ഓട്ടം വരികയാണ്. എന്താണാവും? ചിക്കൻ കറി ഉണ്ടാക്കാൻ നിന്നപ്പോൾ ഫിലിം വിളിച്ച് കണ്ടു, ലൊക്കേഷൻ വിട്ടുതരാം, ഈ ആണ്ട് വാർ. അങ്ങനെ ആണ്ട് പോയി. അവിടെ പോയി വന്നുകാണ്ട് അടുപ്പത്തൊക്കെ നോക്കുമ്പോൾ കഫീലിൻ്റെ മൂത്ത പെങ്ങൾ വിളിച്ച് കണ്ടറിഞ്ഞ് ഞാനിവിടെ ഒരപ്പാൻ്റെ വീട്ടിലുണ്ട്, ഇങ്ങോട്ടൊന്ന് വാർ. അപ്പോൾ അവിടെയും പോയി. ഇനിയിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കിയാൽ ഓട്ടം വരുമോ എന്നാണ് സംശയം. അത്യാവശ്യം ഓട്ടം ഉണ്ടായിക്കണേ. ഇനിയിപ്പോൾ നാളെ ഉണ്ടാക്കാനല്ലേ ചിക്കൻ കറി. മറ്റേത് ചിലപ്പോൾ ഇനി ചിക്കൻ കറി ഉണ്ടാക്കാൻ നിന്നാൽ ചിലപ്പോൾ ഇനി ഓട്ടം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഒന്നുമില്ല, ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി ചോറുന്നിട്ടേ ഞാൻ കിടക്കുള്ളൂ. ഓക്കെ. അങ്ങനെ സാലറി ഇറങ്ങിയ ആ പൊലിവിലാണ് കേട്ടോ ഈ പോണത്. രാത്രി ഉറങ്ങണതിൻ്റെ മുമ്പ് തന്നെ പോയിക്കാണ്ട് നാളെ മുതൽ രാവിലെ കഴിക്കാനുള്ള നട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കാന്ന് വെച്ചിട്ട് പോവുകയാണ്. അപ്പോൾ നേരെ പോയത് നട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കടയിലാണ്. അപ്പോൾ അവിടെ ഉണക്കമുന്തിരി അങ്ങനത്തെ കാര്യങ്ങൾ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് മേടിച്ചാൽ ഒന്നാമത് ശരീരത്തിന് നല്ലതാണ്. പിന്നെ അല്ലേതൊരു 10 റിയാലിലല്ലേ അതും കൂടെ മേടിച്ചാൽ ഒരു 10 ദിവസത്തിന് 15 ദിവസത്തിനൊക്കെ എങ്ങനെയായാലും ഉണ്ടാവും. ദിവസം ഒരു 5 3 വെച്ച് തിന്നാൽ അപ്പോൾ പൈസക്കും കുറവാണ്, നമ്മുടെ ശരീരത്തിനും നല്ലതാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എല്ലാതും 10 റിയാലിന് മേടിച്ചു. ഉണക്കമുന്തിരി, അതേപോലെ വാൾനട്ട്സ്, ബദാം, പിസ്തല്ല, നമ്മളെ അണ്ടിപ്പരിപ്പ്, അതേപോലെ ഈത്തപ്പഴം ഏതെങ്കിലും ഒക്കെ മേടിച്ച് കാണ്ട് എന്ത് ചെയ്യും, രാത്രി വെള്ളത്തിലിട്ടച്ച് കാണ്ട് രാവിലെയാണ് കഴിക്കും. അപ്പോൾ നമ്മളെ ശരീരത്തിനും അടിപൊളിയാണ്, പൈസ കുറവാണ്. അപ്പോൾ ഏതായാലും ഈ കാര്യങ്ങളൊക്കെ കണ്ട് മേടിച്ച് വെച്ചിട്ടാ. മറ്റെന്താണെന്ന് വെച്ചാൽ രാവിലെ പോയി കണ്ട രാവിലെ നമ്മൾ ഉണ്ടാക്കാനും മടിക്കാരം എന്തെങ്കിലുമൊക്കെ തിന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ പോയി കണ്ട് എന്ത് ചെയ്ത്, ഞാൻ പറയില്ല, ശമ്പളം ഇറങ്ങിയ പിന്നെ ഒരു ബ്രോസ്റ്റ് നിർബന്ധമാണ്. അൽബൈക്കാണ് നമ്മൾ മെയിനായിട്ടുള്ളത് സൗദിയിൽ. എന്നാലും ചില ലോക്കൽ കടയിൽ അതിലേറെ നല്ല ടേസ്റ്റുള്ളത് കിട്ടും. അപ്പോൾ ലോക്കൽ കടയിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. നല്ല ടേസ്റ്റുള്ള അടിപൊളി സാധനമാണ്. എനിക്ക് സ്പൈസിയാണ് ഇഷ്ടം. സ്പൈസി ആവുമ്പോൾ അതിലേറെ സാധാരണ കാട്ടിയും നല്ല അടിപൊളിയാവും. അങ്ങനെ അതിൻ്റെ കൂടെ പെപ്സിയും മേടിച്ച് അതിൻ്റെ കൂടെ ഒരു 2-3 കുബൂസും കിട്ടും. അങ്ങനെ നേരം പോലത്തെ എന്ത് ചെയ്ത് 3 വണ്ടി ഉണ്ടായിരുന്നു. 3 വണ്ടി അടുപ്പിച്ചാണ് കഴിക്കും. ഇന്ന് ഏതായാലും ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നും ഇല്ലേ പെണ്ണിന്. ആ കിടക്കണം കേട്ടോ നമ്മളെ മുതൽ. അതിലിങ്ങനെ പോകണം. എൻ്റെ മോനെ, റോഡ് മൊത്തം വെള്ളാട്ടോ. അത് വലതിയെ കണ്ടാൽ, അതായത് മുനിസിപ്പാലിറ്റിൻ്റെ ആൾക്കാർ കണ്ടാൽ നല്ല ഫൈൻ ഇടും. കാരണം ജിദ്ദയിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്ത് നന്ന് രാവിലെ നീച്ചിക്കാണ്ട് പെട്ടെന്ന് അതൊക്കെ കഴിക്കാണ്ട് കുറച്ച് പച്ചക്കറിയും ചിക്കനും മേടിച്ച് കണ്ട് വന്ന് ഇന്ന് ഉച്ചക്ക് ചിക്കൻ കറി ആക്കാമെന്ന് വിചാരിച്ച്. ഏതായാലും പരിപാടിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ആയാലും 3 മണിൻ്റെ ശേഷം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ പച്ചക്കറി കട്ട് ചെയ്തപ്പോഴാണ് എന്ത് ചെയ്ത് കഫീലിൻ്റെ പെങ്ങൾ വിളിച്ചത്, വണ്ടി ഓണാക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ചിക്കൻ കറിയൊക്കെ തന്നുകാണ്ട് ഉറങ്ങിപ്പോയിന്നില്ലേ. അങ്ങനെയല്ല, ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിന് ഓട്ടം വന്ന് ഒരുവിധം ഡ്രൈവർമാർക്കൊക്കെ അറിയാം, നമ്മളെന്തെങ്കിലും ഒരു പരിപാടിക്ക് നിന്നാൽ അപ്പോൾ ഓട്ടം വരും. അല്ലെങ്കിൽ വെറുതെ നിൽക്കുക, വെറുതെ റൂമിൽ വെറുതെ മന്ദപ്പെട്ടിക്കാണ്ട് ഫോണിൽ കളിച്ചിരുന്നാലും ഒന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മൾ ഫുഡ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒന്ന് ഡ്രസ്സ് ഇറക്കിടുക വിചാരിച്ചേക്കാണ്ട് നിന്നാൽ അപ്പോൾ വരും എന്തെങ്കിലും ഓട്ടം. നമ്മൾ മെയിൻറ്റും കൂടെ എന്തോ ഒരു കണക്റ്റഡ് ആണ് കേട്ടോ. കാരണം എനിക്ക് പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ റൂമിലിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നും ഇപ്പോൾ ഒരു കോൾ വരും, എന്തെങ്കിലും സാധനം കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഓട്ടത്തിന് എന്തെങ്കിലും കോൾ വരും എന്ന് വിചാരിച്ചാൽ അപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ അവർ വിളിക്കും. ഒന്നെങ്കിൽ എന്തെങ്കിലും പോകാനേക്കാരം അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവരാനേക്കാരം. അത് ഇവരെ നമ്മളൊരു 1-2 കൊല്ലം ഇങ്ങനെ വർക്ക് ചെയ്താൽ പിന്നെ ഓലെ നമ്മളെ മെയിനും കൂടെ കണക്റ്റ് ആവേണ്ടതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ഗുട്ടൻസ് വരെ പുറത്ത് കിട്ടിയിട്ടില്ല. അങ്ങനെ ഏതായാലും പച്ചക്കറി വരെ നിന്നപ്പോഴാണ് ഇപ്പോൾ ഇവിടെ വിളിച്ചത്. അവൾക്ക്, അതായത് കഫീലിൻ്റെ പെങ്ങൾ, അവൾക്ക് ഇന്ന് ഡ്യൂട്ടി ഇല്ല എന്ന് പറഞ്ഞേ. സാധാരണ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ രാത്രി ഒന്നെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കും അല്ലെങ്കിൽ കോൾ ചെയ്യും. രാവിലെ 6:00 ഉണ്ട് എന്നും പിന്നെ ഓർമ്മാക്കിച്ചു. അപ്പോൾ അതേപോലെ രാത്രി വണ്ടിയിൽ എണ്ണ ഫുള്ളാക്കിയിട്ടാണ് ഞാൻ ഉറങ്ങാൻ പോക്ക്. അപ്പോൾ ഇന്നലെ രാത്രി എണ്ണ കുറവാണ്. ആകെ 60 കിലോമീറ്റർ അവിടെ ഉള്ള എണ്ണ ഉള്ളൂ. അപ്പോൾ നല്ല ഓടിയിരിക്കണം ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട്. അപ്പോൾ ലാസ്റ്റ് 60 പറ്റ കഴിയാനായിക്കണം. അപ്പോൾ ഞാൻ കഫീലിൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ കഫീലിൻ്റെ അമ്മ പറഞ്ഞേ നാളെ അവൾക്ക് പിന്നെ ഡ്യൂട്ടി ഇല്ല, അപ്പോൾ രാവിലെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ അടിച്ചാളാം, ഞാൻ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടരാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ എന്ത് ചെയ്ത്, ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഡ്യൂട്ടി ഇല്ലെങ്കിൽ ഒരു പിന്നെ 3 ശേഷമൊക്കെയാണ് സാധാരണ ഓട്ടം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ രാവിലെ നിങ്ങൾ കണ്ടില്ല 2-3 വണ്ടി കഴിക്കാണ്ട് പിന്നെ ഈ ചിക്കനൊക്കെ മേടിച്ചിക്കാണ്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ കൂട്ടിക്കാണ്ട് ഒരു 3 ഒന്ന് ഉറങ്ങാച്ചിട്ട് നിന്നപ്പോഴാണ് ഓൾ വിളിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇവിടെ അടുത്തൊക്കെയും ഓട്ടം പോകാനായിക്കായിരുന്നു. സാധാരണ അങ്ങനെ ഉണ്ടാവലുണ്ട്. ഓൾക്ക് ഡ്യൂട്ടി ഇല്ലെങ്കിൽ അവിടെ അടുത്തൊരു ചെറിയ ക്ലിനിക്ക് ഉണ്ട്, അവിടെ ഒരു 1 മണിക്കൂറൊക്കെ എന്തോ ഒരു ചെറിയൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടേക്ക് പോകാനേക്കായിരുന്നു.
അപ്പോൾ ഓളിനോട് പറഞ്ഞ് പിന്നെ ഹോസ്പിറ്റൽ, അതായത് ഓൾ സാധാരണ ഡ്യൂട്ടിക്ക് വരുന്ന ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞു. ഇവിടേക്ക് വീട്ടിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, രാവിലെ ഒന്ന് ഡ്യൂട്ടി ഇല്ലല്ലോ വെച്ചിട്ട് ഉച്ചക്ക് ആ ചിക്കനെ കൂട്ടി ചോറെന്ന് വെച്ചിട്ട് രാവിലെ ഒന്നും കഴിച്ചില്ല, പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ലോങ് ഓട്ടം വരേണ്ടി വരും, 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇപ്പോൾ 12 മണിയായി, 1 മണിക്കാണ് കഴിയുള്ളൂ. അപ്പോൾ ഇതൊന്നും അറിയില്ല, ഓരോട്ട് പറഞ്ഞതുമില്ല. അപ്പോൾ ഭാഗ്യത്തിന് ഒരു താഴത്ത് വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു ഇത് കിട്ടിയിരിക്കണം. അവിടെ AC ഇട്ട് കാണാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അറിയില്ലേ, നമുക്കൊരു ഡ്യൂട്ടിക്ക് ഒരു പ്രത്യേകിച്ച് സമയം കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ചെന്നാൽ ഫുഡ് ഉണ്ടാക്കാനുള്ള മൂഡ് ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ എന്ത് ചെയ്യും, ആ ചിക്കനും പച്ചക്കറിയൊക്കെ എടുത്ത് സെല്ലാച്ചൊക്കെ വെച്ചുകൊണ്ട് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കും. കാരണം രാവിലെ എന്ന് പറഞ്ഞാൽ ആ ചിക്കൻ മേടിച്ചപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ഒരു വൈബിൽ ആണ് ഉണ്ടായിരുന്നത്. അതായത് പച്ചക്കറിയൊക്കെ മേടിച്ച് പച്ചക്കറി കട്ട് ചെയ്ത് കാണ്ട് നമ്മൾ ചിക്കൻ അങ്ങനത്തെ ഒരു മെയിൻ സെറ്റിലേന്. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാണ്ട് അവിടെ റൂമിലെത്തി എന്താ അവസ്ഥ ഏതാണെന്ന് അറിയില്ല. ചിലപ്പോൾ അതിനുള്ളൊരു മൂടൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ രാവിലെ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശക്കണുണ്ട്, നല്ല ദാഹിക്കണുണ്ട്, വെള്ളമൊന്നും എടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ പിന്നെ ഇങ്ങനെ വെയിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തിന്നാനോ അല്ലെങ്കിൽ വെള്ളമൊക്കെ എടുക്കലുണ്ട്. ഇപ്പോൾ ഇവിടെ അടുത്തൊന്നും വെള്ളം കിട്ടാനില്ല. വലിയൊരു കോമ്പൗണ്ടാണ്, ഹോസ്പിറ്റലിൽ വലിയൊരു ഇതാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെയൊക്കെ ബൂഫിയും എന്തൊക്കെ ഉണ്ട്, വെള്ളം കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷെ നല്ല വിലയിക്കാരം പിന്നെ എവിടെയാണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അങ്ങനെയൊക്കെയാണ് ഡ്രൈവർമാരുടെ അവസ്ഥ. അതായത് നമ്മൾ പണിയൊന്നും ഇല്ലാച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പണിക്ക് നിൽക്കുമ്പോഴൊക്കെ ഇങ്ങോട്ട് ഓട്ടം വരും. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വിളിക്കുന്നൊന്നും. ഇത് നമ്മളെ ജോലിയല്ലേ. ഏതായാലും റൂം പോയി കേട്ടോ. ഇനിയിപ്പോൾ അരമണിക്കൂറും കൂടെ ഉണ്ട്. അരമണിക്കൂർ കഴിഞ്ഞാലും അവളെ ഇത് കഴിയുമെന്ന് പറഞ്ഞത്. 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് റൂമിൽ പോയിട്ട് അതിനനുസരിച്ച് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അങ്ങനെ 1:45 വീട്ടിലെത്തിയപ്പോൾ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ. അങ്ങനെ എന്ത് ചെയ്ത് പെട്ടെന്ന് ഓവർസ്കരിച്ച് കണ്ട് നേരെ ഹോട്ടലിലേക്ക് പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. ഹോട്ടലിൽ കയറിയപ്പോൾ എല്ലാവരും ബീഫ് ഫ്രൈയും ഇതൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനും കുറച്ചില്ല. ഞാനും പറഞ്ഞ റൈസും ബീഫ് ഫ്രൈയും വേണമെന്ന്. അങ്ങനെ അതും കഴിച്ച് ഒരു ഡയറ്റ് പെപ്സിയും കുടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നപ്പോഴാണ് പിന്നെയും ഓട്ടം വന്നത്, നേരെ റെഡ് സീ മാൾക്ക്. അങ്ങനെ അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു, ആ റൈസും ബീഫ് ഫ്രൈയും തിന്നത് നന്നായിന്ന്. അല്ലെങ്കിൽ അപ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കാൻ നിന്നേക്കാണ്ട് പിന്നെയും ഓട്ടം വന്നീന്, ആകെ പെട്ടീനു. അങ്ങനെ റെഡ് സീ മാളിൽ വന്നിട്ട് റെഡ് സീ മാളിൽ ഇങ്ങനെ പാർക്കിങ്ങിലിട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ നിന്നു. അവിടെ കുറേ ബായിമാരൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബായിമാരൊക്കെ അവിടെ വർത്താനം പറഞ്ഞ് നോട്ട് വെച്ചിട്ട് ഞാൻ വണ്ടി സൈഡാക്കിക്കാണ്ട് കുറച്ച് നേരം ഇങ്ങനെ വണ്ടി കടന്ന് കാണ്ട് നല്ലാണ്ട് ഉറങ്ങി. ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞോ എണീറ്റ് കാണ്ട് എന്ത് ചെയ്ത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നടന്ന് നേരെ ഒരുപാടായി. അപ്പോൾ റെഡ് സീ മാൾക്ക് വന്നാൽ പോലെ അങ്ങനെ കേട്ടാ, ചിലപ്പോൾ 2, 3, 4 മണിക്കൂർ വരെ അതിൻ്റെ ഉള്ളിൽ കറങ്ങി കളിച്ചു. ഞാൻ അവിടെ ചിലപ്പം വെയിറ്റ് ചെയ്യും, ചിലപ്പോൾ ഞാൻ അവിടെ വിട്ടുകാണ്ട് വീട്ടിൽ പോകും. ഇന്ന് അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ നേരം വണ്ടിയിലിരുന്ന് കുറേ വണ്ടി കിടന്ന് ഉറങ്ങി, കുറേ പുറത്തുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടെന്ന്. അങ്ങനെ കൂടെ സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ മാരിബാൻ കൊടുത്തിട്ടൊക്കെയാണ് ഒരു പുറത്തിറങ്ങണത്. 7:50 അങ്ങനെ റെഡ് സീ മാളിൽ നിന്ന് പുറത്തിടന്ന്. അങ്ങനെ പിന്നെയും വന്ന് ഞാൻ ചിക്കൻ എടുത്ത് പച്ചക്കറിയും കട്ട് ചെയ്ത് അങ്ങനെ ഏതായാലും അൽഹംദുലില്ലാ കട്ട് ചെയ്തപ്പോൾ വീണ്ടും ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴൊക്കെ ഓട്ടം വരികയാണ്. എന്താണാവും, ചിക്കൻ കറി ഉണ്ടാക്കാൻ നിന്നപ്പോൾ കഫീലും വിളിച്ച് കണ്ടു, ലൊക്കേഷൻ വിട്ടുതരാം, ഈ ആണ്ട് വാർ. അങ്ങനെ പോയി അവിടെ പോയി വന്നുകാണ്ട് അടുപ്പത്തൊക്കെ നോക്കുമ്പോൾ കഫീലിൻ്റെ മൂത്ത പെങ്ങൾ വിളിച്ച് കണ്ടറിഞ്ഞ് ഞാനിവിടെ ഒരപ്പാൻ്റെ വീട്ടിലുണ്ട്, ഇങ്ങോട്ടൊന്ന് വാർ. അപ്പോൾ അവിടെയും പോയി. ഇനിയിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കിയാൽ ഓട്ടം വരുമോ എന്നാണ് സംശയം. അത്യാവശ്യം ഓട്ടം ഉണ്ടായിക്കണേ. ഇനിയിപ്പോൾ നാളെ ഉണ്ടാക്കാനല്ലേ ചിക്കൻ കറി. മറ്റേത് ചിലപ്പോൾ ഇനി ചിക്കൻ കറി ഉണ്ടാക്കാൻ നിന്നാൽ ചിലപ്പോൾ ഇനി ഓട്ടം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഒന്നുമില്ല, ഞാനൊന്ന് ചിക്കൻ കറി ഉണ്ടാക്കി ചോറുന്നിട്ടേ ഞാൻ കിടക്കുള്ളൂ. ഓക്കെ. അങ്ങനെ ഈ പോക്കിന് എന്തായാലും ചിക്കൻ കറി ഉണ്ടാക്കണം വെച്ചിട്ടാണ് ഞാൻ പോയത് കേട്ടോ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ചിക്കനൊക്കെ കഴുകിച്ച് അടുപ്പത്ത് വെച്ച് അൽഹംദുലില്ലാ ചിക്കനായി. ചിക്കൻ കറി ആയി കഴിഞ്ഞപ്പോഴാണ് കഫീലിൻ്റെ അമ്മ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, മുഹമ്മദ് അനക്കുള്ള ഫുഡുണ്ട് ലിഫ്റ്റിൽ, അത് കൊണ്ടുപോയിക്കോന്ന്. അപ്പം അങ്ങനെ രാത്രി കഫീലിൻ്റെ അമ്മാൻ്റെ വക ഫുഡ്. അപ്പോഴും നമ്മളെ ചിക്കൻ കറി അവിടെ ബാക്കിയായി.
അങ്ങനെ ബസ്മതി റൈസും നല്ല വഴുതനങ്ങ കൂട്ടാനും ഒക്കെ ഉണ്ടായിട്ട് നല്ല അടിപൊളി ചോറ് കിട്ടി. രാത്രി ഞാൻ ചോറ് തിന്നലില്ല, പിന്നെ കിട്ടിയാൽ പിന്നെ ഒഴിവാക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ തിന്നും ചെയ്യും. അങ്ങനെ നമ്മൾ ഇന്നലെ വേഗം നട്സും കാര്യങ്ങളൊക്കെ രാത്രി വെള്ളത്തിലിട്ടേക്കാൻ വേണ്ടി കഴുകിയെടുത്തേച്ച് അത് വെള്ളത്തിലിട്ടേച്ച് അങ്ങനെ അത് കഴിഞ്ഞ് നേരം എന്ത് ചെയ്ത് പമ്പ് പോയിക്കാണ്ട് വണ്ടിയിൽ എണ്ണ ഫുള്ളാക്കി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. രാവിലെ 8 മണിക്ക് ചിക്കൻ വെച്ച് തുടങ്ങിയിട്ട് രാത്രി 12 മണിക്കാണ് ചിക്കൻ കറിയത്. അപ്പോൾ ഇതൊന്നൊരു പുതുമല്ല, ഒരുവിധം പ്രവാസി ഡ്രൈവർമാർക്കൊക്കെ അറിയണ കാര്യമാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബൈ, താങ്ക് യു.